Hi, I am Rogis Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. Kerala Engineering B.Farm allotment third phase allotment. ഏറ്റവും പ്രാധാന്യം അതായത് എഞ്ചിനീയറിംഗിനും B.Farm-നും ഒരു അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ഇതിനോടൊപ്പം തന്നെ ആർക്കിടെക്റ്റ് കോഴ്സിനും ഒരു അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രാധാന്യമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തേർഡ് ഫേസ് അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. സെപ്റ്റംബർ 2 വരെയാണ് ഇപ്പോൾ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിരിക്കുന്നത്. ഇത് ഇനിയും ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാവില്ല എന്നാണ് എൻട്രൻസ് കമ്മീഷനുടെ സൈറ്റിലൂടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മെഡിക്കൽ സെക്ടറിൽ ഒരു അഡ്മിഷൻ ലഭിക്കാതിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നമുക്കറിയാം ഓൾ ഇന്ത്യ മെഡിക്കലിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞു. കേരള മെഡിക്കലിൻ്റെ MBBS-ൻ്റെയും BDS-ൻ്റെയും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ വിദ്യാർത്ഥികൾ ഇപ്പം നമുക്കൊരു മെഡിക്കൽ സെക്ടറിൽ MBBS-ഓ BDS-ഓ ആഗ്രഹിച്ചിട്ട് കിട്ടാതിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോലും എഞ്ചിനീയറിങ്ങിന് കേരളത്തിലെ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ ഒരു അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വിദ്യാർത്ഥികളെല്ലാം തന്നെ ഈ തേർഡ് ഫേസ് കേരള എഞ്ചിനീയറിങ്ങിൻ്റെ അതിനോടൊപ്പം B.Farm കോഴ്സിനും അഡ്മിഷനുള്ള തേർഡ് ഫേസ് അലോട്ട്മെൻറ്റിൽ നിർബന്ധമായും പങ്കെടുക്കുക. ഈ അലോട്ട്മെൻറ്റ് തേർഡ് ഫേസ് അലോട്ട്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് മുമ്പുള്ള എഞ്ചിനീയറിംഗ് സെക്ടറിലെ ഒരു അലോട്ട്മെൻറ്റിലും ഫസ്റ്റ് ഫേസിലോ സെക്കൻഡ് ഫേസിലോ പങ്കെടുക്കാതിരുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ രജിസ്ട്രേഷൻ ഫീസ് അടച്ച് ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കാം. വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ രജിസ്ട്രേഷൻ ഫീ 2000 rupees മാത്രമാണ്. റിസർവേഷൻ കാൻഡിഡേറ്റ്സിനാകുമ്പോൾ 500 rupees മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നമ്മുടെ റിസർവേഷൻസും നമ്മുടെ എലിജിബിലിറ്റിയും മനസ്സിലാക്കിക്കൊണ്ട് ഈ തേർഡ് ഫേസ് ഓപ്ഷൻ രജിസ്ട്രേഷനിൽ നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു എൻട്രൻസ് കമ്മീഷണറോട് എനിക്ക് ഏത് കോഴ്സ് ഏത് ക്യാമ്പസിൽ പഠിക്കണമെന്ന് എൻട്രൻസ് കമ്മീഷണറെ അറിയിക്കുക എന്നുള്ളതാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രയോറിറ്റി അനുസരിച്ച് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി. നമുക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ക്യാമ്പസ് ഏറ്റവും പ്രൈം കോഴ്സ് ഇതിനായിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ആ പ്രയോറിറ്റി ഓർഡറിൽ 1, 2, 3 എന്നുള്ള ഓർഡറിൽ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് ഓപ്ഷൻ രജിസ്ട്രേഷൻ കൗൺസിലിങ്ങിൽ നാം എൻട്രി ചെയ്യുക. അതിനു വേണ്ടിയിട്ട് ഓരോ വിദ്യാർത്ഥികളും ckerala.org.in എന്ന ഈ എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിലേക്ക് എൻ്ററായി കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തതിന് ശേഷം ഓപ്ഷൻ രജിസ്ട്രേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ചോയ്സ് ഫില്ല് ചെയ്യാം. ഈ ചോയ്സ് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ് സെക്ടറിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾ, ഗവൺമെൻറ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് ക്യാമ്പസുകൾ, സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് ക്യാമ്പസുകൾ എല്ലാം ഈ ചോയ്സ് ഫില്ലിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ ഏത് ക്യാമ്പസ് ആണോ ഏത് കോഴ്സാണോ ഏത് സീറ്റാണോ നമുക്ക് ആവശ്യം അതിനനുസരിച്ച് എല്ലാ റിസർവേഷൻ ക്ലെയിമുകളും കൃത്യമായി കൺസിഡർ ചെയ്തുകൊണ്ടാണ് ചോയ്സ് ഫില്ലിങ്ങിലൂടെ നമ്മൾ കൊടുക്കുന്ന ചോയ്സിലൂടെ എൻട്രൻസ് കമ്മീഷണർ ഒരു സീറ്റ് നമുക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾ കൃത്യമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിരിക്കുന്ന സമയത്തെ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുക. സെപ്റ്റംബർ 2 വരെ മാത്രമാണ് ഇതിന് ടൈം ഉള്ളത്. അങ്ങനെ സബ്മിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളിൽ നിന്നും 4th പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വരും. ആ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റിൽ ഞാൻ സബ്മിറ്റ് ചെയ്തതിൽ നിന്നും ഏത് കോഴ്സാണ് എനിക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത് എന്ന് നമുക്ക് ഈ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റിലൂടെ അറിയാൻ പറ്റും. ആ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റിൻ്റെ നെക്സ്റ്റ് ഡേയിൽ 5th ഡേയിൽ ഫൈനൽ അലോട്ട്മെൻറ്റും വരും. അപ്പോൾ ഈ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം. ഞാൻ കൊടുത്ത ഇഷ്ടപ്പെട്ട ഒരു ക്യാമ്പസിന് അല്ല ലഭിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ക്യാമ്പസിനേക്കാൾ ബെസ്റ്റ് ഒരു ക്യാമ്പസ് അതിൽ താഴെ കിടപ്പുണ്ട്, അത് മുകളിലേക്ക് പ്രയോറിറ്റി ഞാനൊന്ന് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രൊവിഷണലിൻ്റെ സമയം കഴിയുന്നതിന് മുമ്പായി കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്തുകൊണ്ട് ഫൈനൽ അലോട്ട്മെൻറ്റ് ഡേറ്റ് സെപ്റ്റംബർ 5 അങ്ങനെ 5 ഫൈനൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്ന ലിസ്റ്റിൽ നമുക്കൊരു ക്യാമ്പസോ കോഴ്സോ അനുവദിച്ച് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈലിൽ നിന്നും മെമ്മോ പ്രിൻ്റ് എടുക്കുക, ഡേറ്റാ കാർഡ് പ്രിൻ്റ് എടുക്കുക. ഈ ഡേറ്റാ കാർഡും ഈ മെമ്മോയും വെച്ചിട്ട് നമുക്ക് കോഴ്സ് ക്യാമ്പസുകളിൽ ജോയിൻ ചെയ്യാം. ഇത് ജോയിൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 7 ആ ഡേറ്റാ കാർഡിൽ ആ മെമ്മോ കാർഡിൽ നമുക്ക് ഏത് കോഴ്സാണ് ലഭിച്ചിരിക്കുന്നത്, ഏത് ക്യാമ്പസിലാണ് ഏത് കോളേജാണ് നമുക്ക് അനുവദിച്ചിരിക്കുന്നത്, എത്ര രൂപയാണ് നമുക്ക് അതിന് എൻട്രൻസ് കമ്മീഷണർക്ക് അടക്കേണ്ടത്, ക്യാമ്പസിൽ അടക്കേണ്ടത്, ഏത് സമയത്താണ് ജോയിൻ ചെയ്യാൻ ചെല്ലേണ്ടത്, ഇതുപോലുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ മെമ്മോ കാർഡിലും ഡേറ്റാ കാർഡിലും നമുക്ക് ഉണ്ടാവും. ഇതിനോടൊപ്പം ഒരു ക്യാമ്പസിൽ ജോയിൻ ചെയ്യാൻ ചെല്ലുമ്പോൾ നമ്മൾ കരുതേണ്ട ഡോക്യുമെൻസുകളും ഈ ഡോക്യുമെൻസിൻ്റെ ലിസ്റ്റൊക്കെ നമുക്ക് ഏത് ക്യാമ്പസിലേക്കാണോ ഒരു അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് ആ ക്യാമ്പസിൻ്റെ വെബ്സൈറ്റിൽ എൻ്റർ ആയതിനു ശേഷം
അവിടെയുള്ള നമ്പറിൽ നാം വിളിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ ഒരു TKM എഞ്ചിനീയറിംഗ് കോളേജിലാണ് അല്ലെ CET എഞ്ചിനീയറിംഗ് കോളേജിലാണ് ലഭിച്ചിരിക്കുന്നതെങ്കിൽ ആ ക്യാമ്പസിലേക്ക് നമ്മൾ വിളിക്കുക. വിളിച്ചതിന് ശേഷം ഞാൻ ഇന്ന ഡേറ്റിൽ ആ ക്യാമ്പസിലേക്ക് അഡ്മിഷന് വേണ്ടി വരുമ്പോൾ കൊണ്ടുവരേണ്ട ഡോക്യുമെൻറ്റ്സുകൾ ഇന്നതൊക്കെയാണല്ലോ, ഇനി എക്സ്ട്രാ ഫീസായിട്ട് കൊണ്ടുവരേണ്ടത് എത്രയൊക്കെയാണ്, ഇതൊക്കെ ഒന്നുകൂടെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ മുൻപുള്ള യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്കിലും കൃത്യമായി ഒന്നും കൂടെ എൻട്രൻസ് നമ്മൾ ഏത് ക്യാമ്പസിൽ, ഓരോ ക്യാമ്പസിനും ഓരോ കോളേജിനും അവരുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ജോയിൻ ചെയ്യാൻ പെർമിഷൻ കിട്ടിയിരിക്കുന്ന ക്യാമ്പസ് ഏതാണോ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഏതാണെന്ന് ടെലിഫോണിക് വഴി അല്ലെങ്കിൽ വെബ്സൈറ്റ് ചെക്ക് ചെയ്ത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഒരു ക്യാമ്പസിലേക്ക് ജോയിൻ ചെയ്യുക. നമുക്ക് അർഹതപ്പെട്ട ഒരു കോഴ്സിലേക്ക് നാം എൻ്റർ ആവുക. ഏറ്റവും ബെസ്റ്റ് ഒരു കരിയറിലേക്ക്, പ്രൊഫഷനിലേക്ക് നാം എത്തിച്ചേരുക. ഇനി ഈ എഞ്ചിനീയറിംഗിൻ്റെ 3rd അലോട്ട്മെൻറ്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം കേരളത്തിലെ മെഡിക്കലിൻ്റെയും അതുപോലെ ഓൾ ഇന്ത്യ ലെവലിലുള്ള മെഡിക്കലിൻ്റെയും ഒക്കെ ഓപ്ഷൻ രജിസ്ട്രേഷനും അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും നമുക്ക് ഏത് സെക്ഷനിലേക്ക് വേണേലും നമുക്ക് സ്വിച്ച് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അർഹതപ്പെട്ട ഒരു കോഴ്സ് നേടിയെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി എൻട്രൻസിൻ്റെ പുതിയ അപ്ഡേറ്റ്സുമായി ആൽഫ അക്കാഡമിയുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ എല്ലാ വിദ്യാർത്ഥികളിലേക്കും രക്ഷിതാക്കളിലേക്കും ആൽഫ അക്കാഡമി എത്തിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്കുള്ള സംശയങ്ങൾക്ക് ആൽഫയിലേക്ക് വിളിക്കുകയും ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ചേർക്കാം. ഈ വർഷത്തെ എക്സാമിനേഷനിൽ നല്ല വിജയം, നല്ല റിസൾട്ട്, നല്ല ക്യാമ്പസ്, നല്ല കോഴ്സ് നേടാൻ സാധിക്കാത്തവർക്ക് 2025 നിങ്ങളുടെ ഇയർ ആക്കി മാറ്റാം. അതിനുവേണ്ടിയും ആൽഫ അക്കാഡമി നിങ്ങളോടൊപ്പം കൂടെയുണ്ട്. ബെസ്റ്റ് വിഷസ്.